ഏതായാലും നമുക്ക് ജിതിനിൽ നിന്ന് തന്നെ നമുക്ക് രാവിലെ തുടങ്ങാം. ജിതിൻ നമ്മോടൊപ്പം ന്യൂസ് 18നോടൊപ്പം ചേരുന്നുണ്ട്. ജിതിനെ, ഇന്നലെ നമ്മൾ ലോറിയുടെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് എത്രത്തോളം പ്രതീക്ഷ ജിതിന് കുടുംബം ഉണ്ട്? തീർച്ചയായിട്ടും ഇന്ന് ഒരു ശുഭാപ്തിവിശ്വാസത്തിലാണ്. കാരണം ഈശ്വർ മാൽപ്പയുടെ സംഘം, അതിനു പുറമെ നേവി, SDRF, NDRF എന്നീ സംഘങ്ങളും ഉണ്ടാകുമെന്നാണ് ഇന്നലെ അറിയിപ്പ് കിട്ടിയത്. നേവിയുടെ സംഘം ഉണ്ടാകുമെന്നുള്ള ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് നമുക്ക് കളക്ടർ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ ഒരു പങ്കാളിത്തം നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇന്ന് ഒരു നല്ല ദിനം തന്നെ ആകുമെന്നാണ് കരുതുന്നത്. എന്തെങ്കിലും ഹോപ്പ് ഇന്ന് ഉണ്ടാകും. അത് 29 ദിവസമായിരിക്കുന്നു. നമുക്ക് ഇന്നലെ ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം പ്രതീക്ഷ മറ്റ് അർജുനിലേക്ക് എത്തി എന്ന ഒരു പ്രതീക്ഷ കുടുംബത്തിനുണ്ട്? ഇന്നലെ ഈശ്വർ മാൽപ്പയുമായിട്ട് സമ്പാദിച്ചതിൽ പ്രകാരം അദ്ദേഹത്തിന് കോൺഫിഡന്റ് ഉണ്ട്. കാരണം ജലത്തിന്റെ അടിയിൽ നല്ല വിസിബിലിറ്റി അദ്ദേഹത്തിന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഈ വണ്ടി ഇനി ചളിയിലാണെങ്കിലും അത് ലൊക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന രീതിയിൽ ആണ് നമുക്ക് മനസ്സിലാവുന്നത്. മറ്റൊരു കാര്യം, വിവാദത്തിലേക്കോ ഒന്നും നമ്മൾ കടക്കേണ്ട ഒരു സമയമല്ല എന്നറിയാം. ഇന്നലെ കാർവാർ MLA പറഞ്ഞത് കേരളത്തിന്റെ ഭാഗത്തു നിന്നും നമുക്കൊരു യന്ത്രം എത്തിക്കാമെന്ന് പറഞ്ഞാൽ അത് എത്തിക്കാൻ സാധിക്കും. ആ യന്ത്രം ഇന്നെങ്കിലും എത്തിക്കാനുള്ള ഏതെങ്കിലും നടപടി നമ്മുടെ കേരള സർക്കാരിന്റെ ഭാഗത്തുണ്ടായോ? ബന്ധുക്കളുമായി ബന്ധപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അത് അവർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ആ മെഷീൻ ഇവിടെ ഇറക്കാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ്. അതിൽ ഇനി എന്താണ് തുടർ നടപടികൾ അവർ തന്നെയാണ് അതിന് ഒരു ക്ലാരിറ്റി വരുന്നത്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ ഇറക്കാൻ പറ്റില്ല എന്നൊരു റിപ്പോർട്ടാണ്. അത് ഞാൻ കണ്ടിരുന്ന റിപ്പോർട്ടിന്റെ കോപ്പി. ഇനി ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഇറക്കാൻ പറ്റുമോ എന്നുള്ളത് അവർ തന്നെയാണ് അത് വിലയിരുത്തേണ്ടത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ജിതിൻ 6:55 അവിടെ എത്തണം എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ അതിലേറ്റവും വലിയ പ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷ തന്നെയാണ് വെച്ചു പുലർത്തുന്നത്. കാരണം ഇത്രയും നാളത്തെ ഒരു തെരച്ചിലിന് വിരാമം എന്നാണ്. ഇന്നലെയാണ് നമുക്ക് ആ വാഹനത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്ന ഒരു ജാക്കി നമുക്ക് കിട്ടും. അതൊരു നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായും കുടുംബത്തെ പോലെ തന്നെ നമ്മളും അത് പ്രതീക്ഷിക്കുന്നു.